ഇക്ക RCC വരെ പോവോ? മോളെ പോവാ. ഓക്കെ. മോളെ പേഷ്യന്റ് ആണോ? അല്ല ഇക്ക, ഞാൻ അവിടെ ഒരാളെ കാണാൻ. ആലപ്പുഴ ഉള്ളതാണോ? സ്ഥലം ഇവിടെ ആലപ്പുഴ തന്നെ. ആലപ്പുഴയല്ല. അല്ല, എന്തൊറ്റി? അല്ല, ആലപ്പുഴ എനിക്കൊരു ഫാമിലി ഉണ്ട്, അത് ചോദിച്ചോ. ആണോ? എന്തൊക്കെ പേഷ്യന്റ് ആണോന്ന് ചോദിക്കാൻ കാര്യം? ഇത് ചാക്ക സ്വദേശി അബ്ദുൾ റഷീദ്. കഴിഞ്ഞ 4 വർഷമായി തിരുവനന്തപുരം സിറ്റിയിൽ റീജിയണൽ ക്യാൻസർ സെന്റർ പരിസരത്ത് ഓട്ടോ ഓടിക്കുന്നു. RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് റഷീദ് ഖാന്റെ ഓട്ടോയിൽ യാത്ര തികച്ചും സൗജന്യമാണ്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്, ഹൃദയം നുറുങ്ങുന്ന ഒരു കാരണവുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. 2009 ജൂലൈയിൽ കേശവാസപുരത്തുനിന്നൊരു ഫാമിലി എൻ്റെ വണ്ടിയിൽ കയറി മെഡിക്കലയിൽ പൊട്ടുന്നു. ഒരു കൈ കുഞ്ഞുണ്ട്, ഒരു 3 മാസം പ്രായ കൈ കുഞ്ഞ്. 3 മാസം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാൻ ചോദിച്ച് മനസ്സിലാക്കി. മെഡിക്കലയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എങ്ങോട്ട് പോകണം, അത് RCC പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ RCC പോകണമെങ്കിൽ ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് പ്രശ്നം. അപ്പോൾ കൊച്ചിന് എന്താണ് പ്രശ്നം, ബുദ്ധിമുട്ടുണ്ട്. ആലപ്പുഴയെന്ന് ഒരു ആലപ്പുഴ പാർട്ടിയാണ്, ആലപ്പുഴ എന്നിട്ട് റെഫർ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോയി ആണ്, വൈഫിൻ്റെ പേര് മോളിക്കുട്ടി. ഞാൻ വലിയ ചോദിച്ചു RCC പൊട്ടുന്നു, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് RCC കൊണ്ടിറക്കി. പുള്ളി ഒരു കർഷകനാണ്, കാശും വാങ്ങിച്ച് പോവുകയും ചെയ്തു. ഇത് കാശ് വാങ്ങിച്ചത് വലിയൊരു കുറ്റബോധമായിട്ട് തോന്നി. പോ എൻ്റെ മനസ്സിങ്ങനെ കയറിക്കൊണ്ടിരുന്നു. വാങ്ങിക്കേണ്ടായിരുന്നു. കൊച്ചുകുട്ടിയല്ലേ, നമ്മൾ ആയിരക്കണക്കിന് രോഗികളെ കൊണ്ട് പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു, വളരെ വേദനിപ്പിച്ചു എന്നെ. അങ്ങനെ എനിക്ക് ഊണുമില്ല, ഉറക്കവുമില്ല, അല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നു ഞാൻ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലാണ് പോകണം. പോയ വൈഫിനോട് ഞാൻ ഷെയർ ചെയ്തു, അതിങ്ങനെയാണ് പ്രശ്നം, സംഭവം പറഞ്ഞു. വൈഫ് നിങ്ങൾ കാര്യം ചെയ്യും, ആ കാശ് തിരികെ കൊണ്ട് കൊടുക്കുന്നത് തിരികെ കൊണ്ട് കൊടുക്കാം. ഞാൻ 10 ദിവസം അവിടെയൊക്കെ അന്വേഷിച്ച്, RCCയിലും തമ്പാനൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുകയാണ്, ഇങ്ങനെയാണ് പ്രശ്നം, അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളെ കേൾക്കുമെന്ന് കേട്ടു. അപ്പോൾ എൻ്റെ മക്കളുണ്ട്, വൈഫെല്ലാം, ഞാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അത് പരിഹാരമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു RCC പോയിക്കാളും നമ്മൾ ഒരു 5-6 എണ്ണത്തെ ഫ്രീ നടത്തണം. മക്കൾ പറഞ്ഞ് വാപ്പച്ചി എന്താണ് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ പറഞ്ഞു. വൈഫും അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് അത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇത് ഞാൻ ഇതിലോട്ട് അറിയുന്നത്. ആലപ്പുഴക്കാരൻ ജോയിയെ മോളിക്കുട്ടി അപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അന്വേഷിക്കുന്ന എല്ലാ വിവരം ഈ 12 തിരികെ കൊടുക്കണം. 12 രൂപയാണോ ഒന്ന് വാങ്ങിയത്? 12 കൈ അത് തിരികെ കൊടുക്കണം. കയ്യിലുണ്ടോ അത്? 15 വർഷം മുൻപ് വാങ്ങിയ 12 രൂപ. ഇതെന്റെ വീടിനടുത്ത പൈസയാണ്, എന്റെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തിയ പൈസ. അതാണ് സംഭവം. 12 രൂപ. 1 രൂപ 2 രൂപ നോട്ടുകളാണല്ലേ ഒക്കെ? ഞാൻ ആയിരക്കണക്കിന് രോഗികളെ കൊണ്ട് കാശുകൾ മാറ്റിട്ടുള്ളതാണ്. എനിക്കൊരു കുറ്റവും തോന്നിയിട്ടില്ല. ഈ കുട്ടിയെ നോക്കിയപ്പോഴത്തേ അത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. 3 മാസം പ്രായം, അത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വേദന, ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചെന്നെ. ഇപ്പോഴും അത് തീ തോന്നിയിരിക്കുന്നു. അത് പറയുമ്പോൾ നമുക്ക് എൻ്റെ കണ്ണ് നിറയും. പറയുമ്പോൾ ആ സ്റ്റോറി പറയാം. അവരിപ്പോൾ എന്ത് ചെയ്യണം ഏതാണെന്ന് പിടിയില്ല. കുഞ്ഞിൻ്റെ കാര്യം കാണാൻ ഇപ്പോൾ 15 വയസ്സ് പ്രായം വരും. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, ദൈവം കാക്കട്ടെ. ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 9847878414. മറന്നു പോകരുത്. കാത്തിരിക്കുകയാണ് ഒരു വിളിക്ക് വേണ്ടി. വിളിയും കാത്തിരിക്കുകയാണ്. ഇക്കപ്പം എങ്ങനെയാ വരുമാനമൊക്കെ എങ്ങനെയാ? ഇവനാണ് എൻ്റെ വരുമാനം, എൻ്റെ ജീവനാടിയാണ് അവൻ. ഇതൊരാൾ ഇതിൻ്റെ ഒരു കഥയുണ്ട്. ഇതൊരാൾ സ്പോൺസർ ചെയ്ത വണ്ടിയാണ്. അതെയോ? എൻ്റെ വണ്ടി ഇതല്ല, എൻ്റെ വണ്ടി കളവനായിപ്പോയി. RCCയിൽ ആ വണ്ടി സ്ഥിരമായിട്ട് ഞാൻ പോകുമ്പോൾ ഒരാളെന്നെ നിരന്തരം കാണും. ആ പുള്ളിയുടെ അമ്മയും കൊണ്ട് വരണത്. അപ്പോൾ സ്ഥലവും ആളിനെയൊന്നും പറയരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും
അപ്പോൾ ആ പുള്ളി അമ്മയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് എന്നെ മിക്കവാറൊക്കെ അവിടെ കാണും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണത്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും പറഞ്ഞതെന്ന്, എൻ്റെ വീട് വരെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ വന്നു കാര്യം എന്താ കാര്യം അവിടെ നിന്ന് പറയാൻ പറഞ്ഞു. 2 മാസമൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച്, എന്നെ അറിയാം ഞാനില്ല, എന്നാന്നൊക്കെ ഞാൻ RCC വെച്ച് പരിചയപ്പെട്ട ഒരാളാണ്, അപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച ഇരുന്ന് ഒന്ന് വീട് വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഞാൻ വരാമെന്ന് പറഞ്ഞു. വീടൊക്കെ പറഞ്ഞു തന്നു. വീട്ടിൽ പോയി പുള്ളിയുടെ ഭാര്യയായിട്ട് വണ്ടിയിൽ കയറി ഞാൻ നെടുമങ്ങാട് പോട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പിടി കിട്ടും എന്താണെന്ന് യാതൊന്നും പിടി. ഞങ്ങൾ കാര്യം ചേട്ടൻ കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെടുമങ്ങാട് കല്ലിങ്കൽ ബജാജിൽ പോയി നിർത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഒരു 10-16 വണ്ടി നിരന്ന് കിടന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി മാറ്റാൻ പറഞ്ഞു. അത് കാര്യം എനിക്ക് വണ്ടി അവർക്കാണെന്ന്, നിങ്ങൾ വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. ഈ വണ്ടി നോക്കി സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വണ്ടി കിട്ടുള്ളൂ. ടാപ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വൈഫും ചെന്ന് പൈസയൊക്കെ അടച്ച് എൻ്റെ ആധാർ ഫോട്ടോ കോപ്പി ഉണ്ടായിരുന്നു, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അതും കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോയി ഞാൻ പുള്ളിയെ ഏൽപ്പിച്ചു. പുള്ളി കൊണ്ട് കൊടുത്തു, ക്യാഷ് അടച്ചു. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ എനിക്ക് നീ ഓളം തരാനായിരിക്കും, എൻ്റെ വണ്ടി ഞങ്ങൾക്ക് പഴയതായില്ല, അപ്പോൾ എനിക്ക് ഓളം തരാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സംഭവം അങ്ങനെയല്ല. സംഭവം RC ബുക്ക് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ പേരിനടുത്ത വണ്ടിയാണ്. എനിക്ക് ഞാനൊരു എന്താണ് അത് ചേട്ടൻ കൊണ്ടുപോകും, ചേട്ടൻ്റെ വണ്ടിയിലെ ആ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്ക് ചെയ്തത് നല്ല കാര്യമാണ് കൊണ്ടുപോകുന്നത്. അത് ആ വണ്ടിയാണ് ഈ വണ്ടി. 6 വർഷമായി. 6 വർഷമായി ഇപ്പോൾ. 9 മാസം 6 വർഷമാവും. ബാക്കി സമയമൊക്കെ അപ്പം RCCയിൽ പോണ രോഗികൾക്ക് സൗജന്യ യാത്ര, ബാക്കി സമയം വെളിയിൽ കിടന്ന് ഓടി എൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കഞ്ഞി വയ്ക്കണ്ടേ, എൻ്റെ അരിക്കുള്ള കാര്യം ഞാൻ വെളിയിൽ നിന്ന്. സ്വന്തം വീടാണോ? വാടക വീടാണ്. എത്ര വർഷമായിട്ട്? ഉണ്ടായിരുന്നു 2 സെന്റ് സ്ഥലവും വീടും മോക്ക് കൊടുത്തു. അപ്പൊ ഈ വാർത്ത കണ്ടിട്ട് ആലപ്പുഴക്കാരൻ ജോയിയും മോളിക്കുട്ടിയും വിളിച്ചു വെക്കുക, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ അങ്ങ് പോവും, അവരുടെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചാൽ അങ്ങ് പോകും. അപ്പോൾ കൊച്ചിനെ കാണണം, ഇത് തിരികെ കൊടുക്കും. അവർ ഇഞ്ഞ് വരാൻ മനസ്സെങ്കിൽ ഇഞ്ഞ് വരും. ഭയങ്കര സന്തോഷമായിരിക്കും. വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മിന്നാമിനിങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിൽ